കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ റോയി സിജെക്ക് വിട ചൊല്ലി പ്രിയപ്പെട്ടവർ. കൽക്കരയിൽ സെന്റ് ജോസഫ് പള്ളിയിലെ സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം മൃതദേഹം ഡോക്ടർ സിജെ റോയിയുടെ ആഗ്രഹപ്രകാരം ബനാർഘട്ടയിലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ നേച്ചേഴ്സ് ലക്ഷറി റിസോർട്ടിൽ സംസ്കരിച്ചു. അന്വേഷണത്തിൽ തൃപ്തിയെന്നും അന്വേഷണത്തിലൂടെ സത്യം തെളിയട്ടെയെന്നും സഹോദരൻ സിജെ ബാബു പറഞ്ഞു. വേറെ റോയ്ക്ക് കടമായിട്ടോ റോയ്ക്ക് വേറെ ലോണോ അങ്ങനത്തെ ഒന്നുമില്ല. എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. പരാതിയൊന്നുമില്ല. സംഭവിച്ചത് അറിയണം, പക്ഷേ അത് ലെറ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീഡ്. ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ശ്രീനാഥ്, നമുക്കറിയാം എല്ലാ അർത്ഥത്തിലും ജീവിതം ആസ്വദിച്ചൊരു മനുഷ്യൻ ജീവൻ സ്വയം വെടിഞ്ഞു എന്നത് ഏറെ ഞെട്ടലോടെയാണ് ആ വാർത്ത നമ്മളെല്ലാവരും ഒരുപോലെ കേട്ടത്. ഇപ്പോൾ ഇതാ ഡോക്ടർ റോയി സിജെക്ക് വിട ചൊല്ലിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹോദരന്റെ പ്രതികരണം കൂടി ലഭിച്ചിരിക്കുന്നു. അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി എന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ കൂടി പറയുന്നത്. എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്ന വിവരങ്ങൾ? ശ്രീനിത, പ്രിയപ്പെട്ട ഡോക്ടർ റോയ് സിജെ ഇവിടെ ബന്നാർഘട്ടയിലെ അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ മണ്ണിലേക്ക് ചേരുകയാണ്. അദ്ദേഹം ഓർമ്മയായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയം മുമ്പാണ് ഇവിടെ പൂർത്തിയായത്. വലിയ വേദനയോടെയാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ അദ്ദേഹത്തെ യാത്രയാക്കിയതും. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ഏറെ ഇനിയും ബാക്കിയുണ്ട്. ഡോക്ടർ റോയ് ആത്മഹത്യ ചെയ്തു എന്ന തരത്തിലാണ് ഏറ്റവും ഒടുവിലും വരുന്ന നിഗമനങ്ങൾ. പോലീസിന്റെ ഭാഗത്തു നിന്നും അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ആത്മഹത്യയെങ്കിൽ പോലും അതിന് കാരണമായ ഘടകം എന്ത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതേക്കുറിച്ച് ഇതുവരെ യാതൊരു സൂചനകളും കിട്ടിയിട്ടില്ല. കുടുംബം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സഹോദരൻ കണ്ടപ്പോൾ ചില ഉദ്യോഗസ്ഥരുടെ പേരൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ആദായ നികുതി വകുപ്പിൽ നിന്ന് സമ്മർദ്ദമുണ്ടായി എന്ന തരത്തിലായിരുന്നു പ്രതികരിച്ചിരുന്നത്. ഇന്നിപ്പോൾ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരൻ മാധ്യമങ്ങൾ കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ അദ്ദേഹത്തിന് തൃപ്തിയുണ്ട് എന്നതാണ്. ഉന്നതതല ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു വലിയ സംഘത്തെയാണ്, ഒരു SIT ആണ് ഈ കേസ് അന്വേഷണം ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അവർ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടക്കം പ്രതികരണങ്ങൾ, അവരുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഈ കേസിൽ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ആംഗിൾ ഉണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം മറ്റേതെങ്കിലും തരത്തിൽ ഡോക്ടർ റോയ്ക്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ സഹോദരനും എന്തെങ്കിലും ഒരു സമ്മർദ്ദം ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉള്ളതായി പറഞ്ഞിട്ടില്ല. കുടുംബാംഗങ്ങളോടോ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടോ പോലും അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തനിക്കുള്ളതായി അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ അദ്ദേഹം പെട്ടെന്ന് പൊടുന്നനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം ഇല്ലാതായി പോകുന്നു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ഉത്തരം തേടുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. അതിവേഗത്തിലുള്ള നടപടികൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഡയറി പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അതിൽ നിന്നെല്ലാം അന്വേഷണത്തിൽ ഒരു വ്യക്തത, എന്താണ് കാരണമെന്നതിനെക്കുറിച്ചൊരു വ്യക്തത വരും എന്നതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്ര ദിവസം, ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ പോലും ആ ഒരു ആഘാതത്തിൽ നിന്ന്, ആ ഒരു ഞെട്ടലിൽ നിന്ന് മോചിതരാകാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ ശ്രീനിധ സൂചിപ്പിച്ച പോലെ അദ്ദേഹം യഥാർത്ഥത്തിൽ ജീവിതം അത്രമേൽ ആസ്വദിച്ച, ജീവിതത്തെ അത്രമേൽ ആത്മവിശ്വാസത്തോടെ കണ്ടിട്ടുള്ള, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അനായാസം മറികടക്കാൻ വളരെ വേഗത്തിൽ ചെറിയ പ്രായത്തിൽ വലിയൊരു ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്താൻ കഴിഞ്ഞ വ്യക്തിയാണ്. അത്രമേൽ സക്സസ്ഫുള്ളായി നിൽക്കുന്ന, അത്രമേൽ ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ സമീപിക്കുന്ന, ജീവിതത്തിൽ ഇനിയും എന്തെങ്കിലും ഒന്ന് നേടാൻ തനിക്കില്ല എന്ന് ഉറച്ചു പറയാൻ കഴിയുന്ന തരത്തിൽ ഉള്ള ഒരു വ്യക്തി എന്തിനും ഇങ്ങനെ ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം ഇനിയും അറിയാൻ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ശ്രീനിധ, തീർച്ചയായും ശ്രീനാഥ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും ജീവിതം ആസ്വദിച്ചൊരു മനുഷ്യനാണ്. നമുക്കറിയാം, ഡോക്ടർ റോയ് സിജെയുടെ ജീവിതം അത്രത്തോളം നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ജീവിതം ആസ്വദിച്ച് ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്തൊരു മനുഷ്യൻ. അദ്ദേഹം എന്തിനാണ് ഇത്തരത്തിൽ സ്വയം ജീവൻ വെടിഞ്ഞത് എന്നൊരു വലിയൊരു ചോദ്യവും അതിനുള്ള ഉത്തരത്തിനുമാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരുൾപ്പെടെ കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗം വ്യവസായ മേഖലയിൽ ഉൾപ്പെടെ ഒരു തീരാ നഷ്ടം തന്നെയാണ്. ശ്രീനാഥാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.